നമ്മളെപ്പോഴും ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ തുടക്കക്കാരനെന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന ഫസ്റ്റ് ഡൗട്ടാണ് ഇതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുക, ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. സോ നമുക്ക് ചുറ്റും ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഡാറ്റയായിട്ട് പല സ്ഥലത്തും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ആധാർ കാർഡിലെ ഇൻഫർമേഷൻ എവിടെയോ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഡിജിറ്റലായിട്ട് എന്തെങ്കിലും സൈൻ ചെയ്യുമ്പോഴൊക്കെ നമുക്കറിയാം ആ OTP വരുന്നതും നമ്മുടെ ആധാർ കാർഡുമായിട്ട് ഓട്ടോമാറ്റിക്കായി കണക്റ്റ് ആവുന്നതും. സോ ആ ഡാറ്റ എവിടെയോ സ്റ്റോർ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മളൊരു ബാങ്കിൽ ട്രാൻസാക്ഷൻ നടത്തി, ആ ട്രാൻസാക്ഷൻ നടത്തിയ ഡാറ്റ ഇപ്പം ആ നടക്കുമ്പോൾ മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുക. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് ആ ട്രാൻസാക്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പണ്ട് നടന്ന ട്രാൻസാക്ഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ ഇൻഫർമേഷൻസ് എല്ലാം എവിടെയൊക്കെയോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ഫോർമാറ്റിലും പല രീതിയിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് കിട്ടുകയാണ് ചെയ്യുക. സോ നമ്മളിപ്പോൾ ഒരു ബാങ്കിലൊരു ATM പിൻ അടിക്കുമ്പോൾ നമ്മൾ ആ അടിച്ച പിന്ന് വേറെ എവിടെയോ പോയി പ്രോസസ്സ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്ത് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയാണ്. സോ സിമിലർ വേ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനൊരു മെത്തേഡാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. സോ ആ ഡാറ്റാബേസിലെ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ട് ആ സ്റ്റോർ ചെയ്ത ഡാറ്റയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ലാംഗ്വേജാണ് SQL അല്ലെങ്കിൽ SQL അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമുക്ക് ഓരോന്നായി പഠിക്കാം. സോ ഒരു SQL അല്ലെങ്കിൽ SQL ഡെവലപ്പർ റോള് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ട് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ SQL യൂസ് ചെയ്യുന്നത് ഈ കാര്യങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അതിൽ കുറച്ചാണ് ഡാറ്റാബേസ്, ടേബിൾസ്. സോ ഡാറ്റാബേസ് എല്ലാ ഡാറ്റാബേസും നമ്മൾ അറിയണമെന്നില്ല. ഡാറ്റാബേസ് എന്ന് പറയുന്നത് ബേസിക്കലി ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയാം. സോ അത് ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യും. സോ ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ഇൻ എ സിസ്റ്റമാറ്റിക് വേ. വി ക്യാൻ ആക്സസ് ദ ഡാറ്റ, മാനിപ്പുലേറ്റ് ദ ഡാറ്റ, അപ്ഡേറ്റ് ദ ഡാറ്റ. സോ ബേസിക്കലി ഡാറ്റാബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം, അത് എഡിറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ അത് എടുത്ത ഡാറ്റ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം, ഉള്ള ഡാറ്റേനെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം. സോ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. സോ ഞാൻ ഡാറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല ടൈപ്പ് ഡാറ്റയുണ്ട്. നമ്മുടെ ഒരു വീഡിയോ ഫയൽ ഒരു ഡാറ്റയാണ്, ഓഡിയോ ഫയൽ ഒരു ഡാറ്റയാണ്, എക്സൽ ഫയൽ ഒരു ഡാറ്റയാണ്. സോ അങ്ങനെ പല ഡാറ്റകളുണ്ട്. സോ ഡാറ്റാബേസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള പല ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ലൊക്കേഷനാണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇതൊക്കെ ഇന്നിപ്പം നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡാറ്റാബേസസ് ആണ് ഇതൊക്കെ. ER മോഡൽ, റിലേഷണൽ ഡാറ്റാബേസ്, ഡോക്യുമെൻറ്റ് ഡാറ്റാബേസ്, നെറ്റ്വർക്ക് ഡാറ്റാബേസ്. സോ ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഡാറ്റാബേസ് ആണ്. ബട്ട് ഒരു SQL നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരൊറ്റ ഡാറ്റാബേസിലുള്ളൂ, അതാണ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഈ റിലേഷണൽ ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ടേബിളിൻ്റെ പോലെയാണ്. ടേബിൾ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു എക്സൽ ഷീറ്റുമായിട്ട് കമ്പയർ ചെയ്യാം. ഒരു എക്സൽ ഷീറ്റിൽ എങ്ങനെയാണ് ഡാറ്റ ഉണ്ടാവുക? കുറേ കോളംസ് ഉണ്ടാവും, കുറേ റോസും ഉണ്ടാവും. കോളത്തിനൊരു ഹെഡിങ് ഉണ്ടാവും, പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഓരോന്നിനും ഉണ്ടാവും. സോ ഇതേപോലൊരു ഫോർമാറ്റിലാണ് ഡാറ്റാബേസിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക. സോ ബേസിക്കലി ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതാണ്. അതിൽ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ടേബിളിൻ്റെ പോലെയാണ് ഡാറ്റയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. കോളംസ് ഉണ്ടാവും, റോസ് ഉണ്ടാവും, ഹെഡിങ് ഉണ്ടാവും, ഡീറ്റെയിൽസ് ഉണ്ടാവും. ഒരു ടേബിളല്ല, ഡിഫറെൻറ്റ് ടേബിൾസ് ഉണ്ടാവും ഒരു ഡാറ്റാബേസിൽ. സോ അങ്ങനെ കുറേ ടേബിൾസ്, കളക്ഷൻ ഓഫ് ടേബിൾസ് ആണ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. റിലേഷണൽ എന്ന് പറയാനുള്ള കാരണം ആ ടേബിൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. സോ നമ്മൾ വരുന്ന മൊഡ്യൂൾസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ബേസിക്കലി കളക്ഷൻ ഓഫ് ടേബിൾസ് എന്നാണ്, കളക്ഷൻ ഓഫ് ടേബിൾസ് ആണ്. സോ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡാറ്റാബേസിൽ ടേബിൾസ് മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഉണ്ട്. ബട്ട് ബേസിക്കലി നമ്മൾ SQL യൂസ് ചെയ്യുന്നത് ടേബിൾസുമായി റിലേറ്റഡ് ചെയ്താണ്. സോ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ടേബിൾസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നർ പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം. കുറേ ടേബിൾസ് അത് തമ്മിൽ ഓരോ കണക്റ്റ് ആയിട്ടുണ്ട്, അങ്ങനെ ഒരു കണ്ടെയ്നറാണ് ഡാറ്റാബേസ്. സോ ഡാറ്റാബേസിൽ
ടേബിൾസ് മാത്രമല്ല, ടേബിൾസ് ഉണ്ട്. ടേബിൾസ് എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും. ഒരു സാമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കുറേ റോസ് ഉണ്ടാവും, കോളംസ് ഉണ്ടാവും, അതിൽ കുറേ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ ഡാറ്റയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഡാറ്റ എടുക്കുക, യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റ ഡിലീറ്റ് ചെയ്യുക, ഡാറ്റ മോഡിഫൈ ചെയ്യുക, അങ്ങനെ പല ഓപ്പറേഷൻസും നമുക്ക് ഡാറ്റാബേസിൽ ചെയ്യാം. സോ ഇങ്ങനെ ബേസിക് ഒരു ടേബിൾ ഇങ്ങനെ ഇതേ ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഇത് കൂടാതെ വ്യൂ, സ്റ്റോർഡ് പ്രൊസീജിയർ, പിന്നെ സെക്യൂരിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഡാറ്റാബേസിൽ. ബട്ട് SQL നമ്മൾ യൂസ് ചെയ്യുന്നത് ടേബിളുമായിട്ട്, മെയിനായിട്ട് ടേബിളുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ വ്യൂസിലും സ്റ്റോർഡ് പ്രൊസീജിയറിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ബേസിക് മെജോറിറ്റി നമ്മൾ ടേബിൾസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് ഡാറ്റാബേസിൽ.